റഷ്യ തങ്ങളുടെ ആയുധങ്ങളെയൊക്കെ, വില കൂടിയ ആയുധങ്ങളെ മാറ്റി നിർത്തുന്നു, സൈനികരെ മാറ്റി നിർത്തുന്നു, പകരം ഡ്രോൺസ് ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു. നേരത്തെ ഈ ഡ്രോൺ ഉപയോഗിച്ച് റഷ്യ നടത്തുന്ന ആക്രമണത്തിൽ 10% മാത്രമാണ് ലക്ഷ്യത്തിലെത്തുന്നത്. ബാക്കിയുള്ളതൊക്കെ വേസ്റ്റായി പോവുകയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, 20% ഡ്രോൺ ആക്രമണങ്ങൾ ലക്ഷ്യത്തെ തകർക്കുന്നു. എന്താണ് കാരണമെന്ന് വെച്ചാൽ ഉക്രൈൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ വിള്ളൽ വീണു തുടങ്ങി എന്നാണ് അർത്ഥം. അപ്പോൾ ഓരോ ദിവസവും രാത്രിയിൽ 700ഓളം ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ഉക്രൈനെ വലിയ തോതിൽ തകർക്കും. ഇതിനെ പ്രതിരോധിക്കാൻ അവരുടെ ചിലവേറിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റോക്കറ്റും മിസൈലും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. എന്തിന്? സർഫസ് ടു എയർ മിസൈലുകൾ വരെ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഡ്രോണുകളെ തകർക്കാനായിട്ട് ഉക്രൈൻ ശ്രമിക്കുന്നതെന്നാണ് വിവരം പുറത്തു വരുന്നത്. നേരത്തെ ഇറാനിൽ നിന്ന് റഷ്യ ഈ ഡ്രോണുകൾ വാങ്ങുമ്പോൾ ഏതാണ്ട് $2 ലക്ഷത്തോളം ചിലവ് വന്നത്. എന്നാൽ സ്വന്തമായിട്ട് ഫാക്ടറിയൊക്കെ സ്ഥാപിച്ച് അവിടെ ഡ്രോണുകൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്നതുപോലെ നിർമ്മിക്കുകയാണ് ഇപ്പോൾ റഷ്യ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ അതിൻ്റെ ചിലവ് $70,000 കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.